അധ്യായം 12 പടി 2 നിങ്ങളുടെ പണമൊഴുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. സ്വന്തം പണമൊഴുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തവർ അതിന് സാധിക്കുന്നവർക്ക് വേണ്ടി പണിയെടുക്കും. ഒരുപാട് ആളുകൾ കരുതുന്നത് വെറുതെ കൂടുതൽ പണം സമ്പാദിക്കുന്നത് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ്. പക്ഷേ മിക്കവാറും കേസുകളിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയുള്ളൂ. ഭൂരിഭാഗം ആളുകൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രാഥമിക കാരണം അവർക്ക് ഒരിക്കലും പണമൊഴുക്കിൻ്റെ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തിൽ വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല എന്നതാണ്. അവരെ വായിക്കാനും എഴുതാനും കാർ ഓടിക്കാനും നീന്താനും പഠിപ്പിക്കുന്നു, പക്ഷേ എങ്ങനെ അവരുടെ പണം കൈകാര്യം ചെയ്യണമെന്നതില്ല. ഈ പരിശീലനം ഇല്ലാതെ അവർ സാമ്പത്തിക പ്രശ്നങ്ങളിൽ എത്തുകയും കൂടുതൽ പണം പ്രശ്നം പരിഹരിക്കും എന്ന വിശ്വാസത്തിൽ കഠിനാധ്വാനം ചെയ്യുകയും ചെയ്യും. എൻ്റെ ധനികനായ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, പണമൊഴുക്കിനെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ കൂടുതൽ പണം പ്രശ്നം പരിഹരിക്കില്ല. ഏറ്റവും പ്രധാനപ്പെട്ട നൈപുണ്യം. നിങ്ങൾ സ്വന്തം കാര്യം നോക്കുമെന്ന പ്രതിജ്ഞ എടുത്ത ശേഷം നിങ്ങളുടെ ജീവിതമെന്ന ബിസിനസ്സിൻ്റെ CEO എന്ന നിലയിൽ അടുത്ത പടി പണമൊഴുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതാണ്. ഇല്ലെങ്കിൽ കൂടുതൽ പണം ഉണ്ടാക്കുന്നത് നിങ്ങളെ ധനികനാക്കില്ല. വാസ്തവത്തിൽ കൂടുതൽ പണം മിക്കവാറും ആളുകളെ ദരിദ്രരാക്കും. കാരണം അവർ ചെലവ് വർദ്ധിപ്പിച്ച് ഓരോ തവണ ശമ്പള വർധനവ് ലഭിക്കും തോറും കൂടുതൽ കടങ്ങളിലേക്ക് പോകും. ആരാണ് സമർത്ഥൻ, നിങ്ങളോ നിങ്ങളുടെ ബാങ്കറോ? ഭൂരിഭാഗം ആളുകളും വ്യക്തിപരമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാറില്ല. കൂടി വന്നാൽ അവർ എല്ലാ മാസവും അവരുടെ ചെക്ക് ബുക്കുകൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് സ്വയം അഭിനന്ദിക്കുക, കാരണം നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്നും ഒരുപാട് മുന്നിലാണ്. ലളിതമായി നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പൂർത്തിയാക്കിയും ലക്ഷ്യങ്ങൾ നിർണ്ണയിച്ചുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ CEO എന്ന നിലയിൽ നിങ്ങൾ മിക്കവാറും ആളുകളേക്കാൾ സമർത്ഥനാകാൻ പഠിക്കാൻ സാധിക്കും, നിങ്ങളുടെ ബാങ്കറിനേക്കാൾ പോലും. മിക്കവാറും ആളുകൾ വിശ്വസിക്കുന്നത് 2 ബുക്കുകൾ കൈവശം വെക്കുന്നത് നിയമവിരുദ്ധമാണെന്നാണ്. അത് ചില വേളകളിൽ ശരിയുമാണ്. പക്ഷേ നിങ്ങൾ സമ്പത്തിൻ്റെ ലോകത്തിനെ ശരിക്കും മനസ്സിലാക്കിയാൽ അവിടെ എപ്പോഴും 2 സെറ്റ് ബുക്കുകൾ ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കറേക്കാൾ സമർത്ഥനാകാൻ കഴിയും. താഴെ കൊടുത്തിരിക്കുന്നത് 2 സെറ്റ് ബുക്കുകളുടെ ഉദാഹരണമാണ്, നിങ്ങളുടെയും നിങ്ങളുടെ ബാങ്കറുടെയും. മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ. നിങ്ങളുടെ മോർട്ട്ഗേജ്. ബാങ്കിൻ്റെ ബാലൻസ് ഷീറ്റ്. മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ. നിങ്ങളുടെ മോർട്ട്ഗേജ്. ഡയഗ്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ CEO എന്ന നിലയിൽ എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങളുടെ ഓരോ ബാധ്യതയ്ക്കും അല്ലെങ്കിൽ കടത്തിനും നിങ്ങൾ മറ്റാരുടെയോ മുതൽക്കൂട്ടായിരിക്കും. അതാണ് യഥാർത്ഥ 2 സെറ്റ് ബുക്കുകളുടെ അക്കൗണ്ടിംഗ്. നിങ്ങളുടെ ഓരോ ബാധ്യതയ്ക്കും മോർട്ട്ഗേജ്, കാർ ലോൺ, സ്കൂൾ ലോൺ, ക്രെഡിറ്റ് തുടങ്ങിയവ. നിങ്ങൾക്ക് ആ പണം കടം നൽകുന്ന ആളുകളുടെ തൊഴിലാളിയായിരിക്കും. നിങ്ങൾ മറ്റാരെയെങ്കിലും ധനികനാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയായിരിക്കും. നല്ല കടവും ചീത്ത കടവും. ധനികനായ പിതാവ് നല്ല കടത്തിനെക്കുറിച്ചും ചീത്ത കടത്തിനെക്കുറിച്ചും എനിക്ക് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം ഇടയ്ക്ക് പറയുമായിരുന്നു, ഓരോ തവണയും നീ ആർക്കെങ്കിലും കടപ്പെട്ടിരിക്കുമ്പോൾ നീ അവരുടെ പണത്തിൻ്റെ തൊഴിലാളിയാകുന്നു. നീ ഒരു 30 വർഷത്തേക്കുള്ള ലോൺ എടുക്കുകയാണെങ്കിൽ നീ 30 വർഷത്തെ തൊഴിലാളിയാകുന്നു. കടം വീട്ടി കഴിയുമ്പോൾ അവർ നിനക്ക് ഒരു സ്വർണ്ണ വാച്ച് തരികയൊന്നുമില്ല. ധനികനായ പിതാവ് പണം കടമെടുത്തിട്ടുണ്ട്, പക്ഷെ തൻ്റെ ലോണുകൾ തിരിച്ചടക്കുന്ന ആളാകാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട്. നല്ല കടമെന്നാൽ നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും തിരിച്ചടക്കുന്നതാണെന്ന് അദ്ദേഹം മൈക്കിനും എനിക്കും വിശദീകരിച്ചിട്ടുണ്ട്. ചീത്ത കടമാകുന്നത് നിങ്ങൾ സ്വന്തം വിയർപ്പും ചോരും ഉപയോഗിച്ച് കടം വീട്ടുമ്പോഴാണ്. അതുകൊണ്ടാണ് അദ്ദേഹം വാടക കെട്ടിടങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നത്. അദ്ദേഹം എന്നെ വാടകയ്ക്കുള്ള റിയൽ എസ്റ്റേറ്റ് മേടിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. കാരണം ബാങ്ക് നിനക്ക് ലോൺ തരുന്നു, പക്ഷെ നിന്റെ വാടകക്കാരൻ അത് തിരിച്ചടക്കുന്നു. വരുമാനവും ചെലവും. 2 സെറ്റ് ബുക്കുകൾ മുതൽക്കൂട്ടുകൾക്കും ബാധ്യതകൾക്കും മാത്രമുള്ളതല്ല, മറിച്ച് വരുമാനത്തിനും ചെലവിനും ബാധകമാണ്. എൻ്റെ ധനികനായ പിതാവിൽ നിന്നുമുള്ള ഏറ്റവും പൂർണ്ണതയുള്ള പാഠം ഇതായിരുന്നു, മിക്കവാറും എല്ലാ ബാധ്യതയ്ക്കും ഒരു മുതൽക്കൂട്ട് ഉണ്ടായിരിക്കണം, പക്ഷേ അവ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരേ സെറ്റിൽ വരില്ല. എല്ലാ ചെലവുകൾക്കും ഒരു വരുമാനം ഉണ്ടായിരിക്കണം, വീണ്ടും അവ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരേ സെറ്റിൽ വരില്ല. ഈ ലളിതമായ ചിത്രം ആ പാഠം വ്യക്തമാക്കും. വാങ്ങുന്നയാൾ, കൊടുക്കുന്നയാൾ. വരുമാനം, ചെലവുകൾ. ഡയഗ്രം ശ്രദ്ധിക്കുക. സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്കും എലിപ്പന്തയവും. 2 സെറ്റ് ബുക്കുകളുടെ ആശയം നിങ്ങൾക്ക് സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്കും എലിപ്പന്തയവും കാണിക്കാൻ ഉപയോഗിക്കാവുന്ന
ഉപയോഗിക്കാവുന്നതാണ്. വിവിധ തരത്തിലുള്ള സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്കുകളുടെ താഴെയുള്ള ഡയഗ്രം അവയിൽ ഏറ്റവും സാധാരണമായുള്ളതാണ്. അത് കടം കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും തമ്മിലുള്ള ട്രാക്കാണ്. ഇത് ലളിതവൽക്കരിക്കപ്പെട്ടതാണ്. പക്ഷേ നിങ്ങൾ സമയമെടുത്തത് പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് കണ്ണുകൾക്ക് കാണാൻ കഴിയാത്തത് കാണാൻ തുടങ്ങും. നിങ്ങൾ ധനികരും ദരിദ്രരും ഉള്ളവരും ഇല്ലാത്തവരും കടം വാങ്ങുന്നവരും കൊടുക്കുന്നവരും തൊഴിലുകൾ സൃഷ്ടിക്കുന്നവരും തേടുന്നവരും തമ്മിലുള്ള ബന്ധം കാണാൻ തുടങ്ങും. കടം വാങ്ങുന്നയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വരുമാന സ്റ്റേറ്റ്മെൻറ്റ്, ജോലി, വരുമാനം, ചെലവുകൾ, ബാലൻസ് ഷീറ്റ്, മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ. കടം കൊടുക്കുന്നയാളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, വരുമാന സ്റ്റേറ്റ്മെൻറ്റ്, വരുമാനം, ചെലവുകൾ, ബാലൻസ് ഷീറ്റ്, മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ, ബിസിനസ് ഫാസ്റ്റ് ട്രാക്ക്. കടം കൊടുക്കുന്നയാൾ മിക്കപ്പോഴും പറയും, നിങ്ങളുടെ നല്ല ക്രെഡിറ്റ് കാരണം ഞങ്ങൾ ഒരു കൺസോളിഡേഷൻ ലോൺ നൽകാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ കുറച്ച് കൂടുതൽ പണം ആവശ്യം വരികയാണെങ്കിൽ ക്രമത്തിലുള്ള ക്രെഡിറ്റ് തുറക്കാൻ താൽപ്പര്യമുണ്ടോ? നിങ്ങൾക്ക് വ്യത്യാസം അറിയാമോ? 2 സെറ്റ് ബുക്കുകൾക്കിടയിലൂടെ പണം ഒഴുകുന്ന വഴിയെയാണ് ധനികനായ പിതാവ് സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്ക് എന്നും സാമ്പത്തിക എലിപ്പന്തയം എന്നും വിളിക്കുന്നത്. ഒന്ന് നിലനിൽക്കണമെങ്കിൽ മറ്റേതു വേണം. അതുകൊണ്ട് കുറഞ്ഞത് 2 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെങ്കിലും ആവശ്യമാണ്. ചോദ്യങ്ങൾ ഇവയാണ്: ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളുടേത്? ഏത് സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? അതുകൊണ്ടാണ് ധനികനായ പിതാവ് എപ്പോഴും എന്നോട് പറഞ്ഞിരുന്നത്, പണമൊഴുക്കിനെ കൈകാര്യം ചെയ്യുന്നതാണ് പ്രശ്നമെങ്കിൽ കൂടുതൽ പണം പ്രശ്നം പരിഹരിക്കില്ല. സാമ്പത്തിക അക്കങ്ങളുടെ ശക്തി മനസ്സിലാക്കുന്നവർക്ക് അതില്ലാത്തവരേക്കാൾ മേൽക്കൈ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വന്തം സാമ്പത്തിക ഫാസ്റ്റ് ട്രാക്ക് കണ്ടെത്തുന്നതിനുള്ള പടി 2 ഇതാകുന്നത്: നിങ്ങളുടെ പണമൊഴുക്കിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുക. നിങ്ങൾ ഇരുന്ന് ചെലവുകളെ നിയന്ത്രിക്കാനും കടങ്ങളും ബാധ്യതകളും കുറക്കാനുമുള്ള പദ്ധതി ഉണ്ടാക്കണം. നിങ്ങളുടെ വരുമാനത്തിനുള്ളിൽ ജീവിക്കുക. വരുമാനങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രവർത്തിക്കുക. പടി 1 നിന്നും നിങ്ങളുടെ സാമ്പത്തിക സ്റ്റേറ്റ്മെൻറ്റുകൾ വിശകലനം ചെയ്യുക. 2. ഇന്ന് നിങ്ങളുടെ വരുമാനം ഉണ്ടാകുന്നത് പണമൊഴുക്കിൻ്റെ ചതുരങ്ങളിലെ ഏത് ചതുരത്തിൽ നിന്നുമാണെന്ന് തീരുമാനിക്കുക. 3. 5 വർഷങ്ങളിൽ നിങ്ങളുടെ വരുമാനത്തിൽ കൂടുതൽ ഏത് ചതുരത്തിൽ നിന്നുമാണ് വേണ്ടതെന്ന് തീരുമാനിക്കുക. 4. നിങ്ങളുടെ പണമൊഴുക്കിൻ്റെ കൈകാര്യം ചെയ്യാനുള്ള പദ്ധതി ആരംഭിക്കുക. ആദ്യം നിങ്ങൾക്ക് പേ ചെയ്യുക. ലഭിക്കുന്ന ഓരോ ശമ്പളം അല്ലെങ്കിൽ പേയ്മെൻറ്റിൽ നിന്നും 1% മാറ്റിവെക്കുക. ആ പണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സ് അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. പണം അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നിക്ഷേപിക്കാൻ തയ്യാറാകുന്നതുവരെ ഒരിക്കലും അത് എടുക്കാതിരിക്കുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ പണമൊഴുക്കിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ വ്യക്തിപരമായ ഉപഭോക്തൃ കടം കുറക്കുന്നതിൽ ശ്രദ്ധിക്കുക. വ്യക്തിപരമായ കടം കുറക്കാനോ ഇല്ലാതാക്കാനോ ഉള്ള ചില വഴികളാണ് താഴെ. വഴി 1: നിങ്ങൾക്ക് കൊടുക്കാൻ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടെങ്കിൽ 1-2 കാർഡുകൾ മാത്രം ഉപയോഗിക്കാൻ സ്വയം അച്ചടക്കം പാലിക്കുക. ഏതെങ്കിലും പുതിയ ചാർജുകൾ എല്ലാ മാസവും മുഴുവനായും അടയ്ക്കുക. കൂടുതൽ ദീർഘകാല കടങ്ങൾ വരുത്താതിരിക്കുക. വഴി 2: പ്രതിമാസം $150 മുതൽ $200 കൂടുതൽ ഉണ്ടാക്കുക. നിങ്ങൾ ഇപ്പോൾ കൂടുതൽ സാമ്പത്തിക വിദ്യാഭ്യാസമുള്ളയാളാകുമ്പോൾ ഇത് താരതമ്യേന ചെയ്യാൻ എളുപ്പമായിരിക്കും. നിങ്ങൾ പ്രതിമാസം $150 മുതൽ $200 കൂടുതൽ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള സാധ്യതകൾ ഒരു സ്വപ്നം മാത്രമായേക്കും. വഴി 3: ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് കാർഡിൽ $150 മുതൽ $200 മാസത്തവണ കൂടുതലായി അടക്കുക. അപ്പോൾ ആ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ മിനിമവും പിന്നെ $150 മുതൽ $200 കൂടുതലും അടക്കുന്നു. മറ്റെല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും മിനിമം തുക മാത്രം അടക്കുക. മിക്കപ്പോഴും ആളുകൾ എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും മാസം അല്പം കൂടുതൽ അടയ്ക്കാൻ ശ്രമിക്കും. പക്ഷേ അതിശയകരമായി ആ കാർഡുകൾ ഒരിക്കലും അടച്ചു തീരില്ല. വഴി 4: ആദ്യത്തെ കാർഡ് അടച്ചു കഴിഞ്ഞാൽ ആ കാർഡിൽ എല്ലാ മാസവും കൊടുത്തിരുന്ന മൊത്തം തുക അടുത്ത ക്രെഡിറ്റ് കാർഡിലേക്ക് ചേർക്കുക. നിങ്ങൾ ഇപ്പോൾ രണ്ടാമത്തെ കാർഡിൽ മിനിമം തുകയും ഒപ്പം ആദ്യത്തെ കാർഡിലെ മൊത്തം മാസത്തവണകളും അടക്കുന്നുണ്ടാകും. എല്ലാ ക്രെഡിറ്റ് കാർഡുകളിലും മറ്റു ഉപഭോക്തൃ കടങ്ങളിലും ഈ പ്രക്രിയ തുടരുക. ഓരോ കടവും അടച്ചു കഴിയുമ്പോൾ ആ കടത്തിലേക്ക് കൊടുത്തിരുന്ന മുഴുവൻ തുകയും അടുത്ത കടത്തിൻ്റെ മിനിമം തുകയിലേക്ക് ചേർക്കുക. ഓരോ കടവും വീട്ടുമ്പോൾ അടുത്ത കടത്തിലേക്ക് കൊടുക്കുന്ന മാസത്തുക ഉയരും. വഴി 5: എല്ലാ ക്രെഡിറ്റ് കാർഡുകളും ഉപഭോക്തൃ കടങ്ങളും കൊടുത്തു കഴിയുമ്പോൾ
ആ രീതി കാർ, വീട് തവണകളിൽ തുടരുക. ഈ രീതി പിന്തുടരുകയാണെങ്കിൽ എത്ര ചെറിയ സമയത്തിനുള്ളിലാണ് നിങ്ങൾ പൂർണ്ണമായും കടവിമുക്തർ ആകുന്നതെന്ന് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും. മിക്കവാറും ആളുകൾക്ക് 5-6 വർഷങ്ങൾ കൊണ്ട് കടവിമുക്തർ ആകാൻ കഴിയും. വഴി 6. നിങ്ങൾ പൂർണ്ണമായും കടവിമുക്തർ ആയതുകൊണ്ട് അവസാനത്തെ കടം വീട്ടാനായി കൊടുത്തിരുന്ന മാസത്തുക എടുത്ത് നിക്ഷേപങ്ങളിൽ ഇടുക. നിങ്ങളുടെ മുതൽക്കൂട്ടിൻ്റെ കോളം സൃഷ്ടിക്കുക. അത്ര എളുപ്പമാണത്. കുറിപ്പ്: കിമ്മും ഞാനും ഈ കടം കുറക്കാനും ഇല്ലാതാക്കാനുമുള്ള പ്രക്രിയ ഞങ്ങളുടെ റേഡിയോ പരിപാടിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ എങ്ങനെ കടത്തിൽ നിന്നും പുറത്തു കടന്നു. അധ്യായം 13. പടി 3. നഷ്ടസാധ്യതയും നഷ്ടസാധ്യതയുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയിക്കുക. ബിസിനസ്സും നിക്ഷേപവും നഷ്ടസാധ്യതയുള്ളതല്ല, പക്ഷേ അപര്യാപ്തമായ രീതിയിൽ പഠിപ്പിക്കപ്പെട്ടതാണ്. എന്താണ് ശരിയായ പണമൊഴുക്കിനെ കൈകാര്യം ചെയ്യൽ? ശരിയായ പണമൊഴുക്കിനെ കൈകാര്യം ചെയ്യുന്നത് ആരംഭിക്കുന്നത് ഒരു മുതൽക്കൂട്ടും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ അറിഞ്ഞുകൊണ്ടാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം 45 വയസ്സുള്ള ഒരാളുടെ ശരിയായി കൈകാര്യം ചെയ്യപ്പെട്ട പണമൊഴുക്ക് കാണിക്കുന്നു. വരുമാന സ്റ്റേറ്റ്മെൻറ്റ്, വരുമാനം, ചെലവുകൾ, ബാലൻസ് ഷീറ്റ്, മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ. ഡയഗ്രാം ശ്രദ്ധിക്കുക. ഞാൻ 45 വയസ്സ് ഉപയോഗിക്കുന്നത് അത് മിക്കവാറും ആളുകൾ ജോലി ചെയ്യാൻ തുടങ്ങുന്ന 25 വയസ്സും റിട്ടയർ ചെയ്യാൻ പ്ലാനിടുന്ന 65 വയസ്സിനും ഇടയിലായതുകൊണ്ടാണ്. 45 വയസ്സിൽ ഒരാൾ അയാളുടെ പണമൊഴുക്ക് ശരിയായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ മുതൽക്കൂട്ടിൻ്റെ കോളം ബാധ്യതയുടെ കോളത്തിനേക്കാൾ നീണ്ടതായിരിക്കും. ഈ വ്യക്തി നഷ്ടസാധ്യതകൾ എടുക്കുന്നയാളാണ്, പക്ഷെ അമിതമായ നഷ്ടമല്ല. അയാൾ ജനസംഖ്യയുടെ മുകളിലെ 10% പെടുന്നയാളായിരിക്കും, പക്ഷെ അവർ ജനസംഖ്യയുടെ മറ്റേ 90% ആളുകളും ചെയ്യുന്നതാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ മുതൽക്കൂട്ടും ബാധ്യതയും തമ്മിലുള്ള വ്യത്യാസം അറിയിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ 45 വയസ്സിനുള്ളിൽ അവരുടെ സാമ്പത്തിക ചിത്രം ഇങ്ങനെയായിരിക്കും ഉണ്ടാകുക: ജോലി, വരുമാനം, ചെലവുകൾ, ബാലൻസ് ഷീറ്റ്, മുതൽക്കൂട്ടുകൾ, ബാധ്യതകൾ. ഡയഗ്രാം ശ്രദ്ധിക്കുക. ഈ ആളുകളാണ് മിക്കപ്പോഴും പറയുക നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യതയുള്ളതാണ് എന്ന്. അവർക്ക് അത് നഷ്ടസാധ്യതയുള്ളതാണ്, പക്ഷെ നിക്ഷേപിക്കുന്നത് നഷ്ടസാധ്യത ഉള്ളതായത് കൊണ്ടല്ല. അവരുടെ ഔപചാരിക സാമ്പത്തിക പരിശീലനത്തിൻ്റെയും അറിവിൻ്റെയും അപര്യാപ്തതയാണ് നിക്ഷേപിക്കുന്നതിൻ്റെ നഷ്ടസാധ്യതയുള്ളതാക്കുന്നത്. സാമ്പത്തിക സാക്ഷരത. റിച്ച് ഡാഡ് പുവർ ഡാഡിൽ എൻ്റെ ധനികനായ പിതാവ് ഞാൻ സാമ്പത്തികമായി സാക്ഷരരാകണം എന്ന് ആവശ്യപ്പെട്ടത് വിശദീകരിച്ചിട്ടുണ്ട്. സാമ്പത്തിക സാക്ഷരത നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് വെറുതെ അക്കങ്ങളിലേക്ക് നോക്കുന്നതല്ല, മറിച്ച് പണം ഏത് വഴിക്കാണ് ഒഴുകുന്നതെന്ന് പറയാൻ മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് കൂടിയാണ്. ധനികനായ പിതാവ് എപ്പോഴും പറയുമായിരുന്നു, പണമൊഴുക്കിൻ്റെ ദിശയാണ് എല്ലാം. അതുകൊണ്ട് ഒരു വീട് മുതൽക്കൂട്ട് അല്ലെങ്കിൽ ബാധ്യത ആകുന്നത് പണമൊഴുക്കിൻ്റെ ദിശ അനുസരിച്ചാണ്. പണം നിങ്ങളുടെ കീശയിലേക്ക് ഒഴുകുന്നുണ്ടെങ്കിൽ അതൊരു മുതൽക്കൂട്ടാണ്. കീശയിൽ നിന്നും പുറത്തേക്കാണ് ഒഴുക്കെങ്കിൽ അതൊരു ബാധ്യതയാണ്. സാമ്പത്തിക വിവേകം. ധനികനായ പിതാവിന് സാമ്പത്തിക വിവേകത്തിന് ഒരുപാട് നിർവചനങ്ങൾ ഉണ്ടായിരുന്നു. പണമൊഴുക്ക് നൽകുന്നതിലേക്ക് പണം അല്ലെങ്കിൽ അധ്വാനത്തിൻ്റെ മുതൽക്കൂട്ടുകളാക്കാനുള്ള കഴിവ് പോലെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിയപ്പെട്ട ചൊല്ല് ആരാണ് സമർത്ഥൻ, നീയോ അതോ നിൻ്റെ പണമോ എന്നാണ്. ധനികനായ പിതാവിന് പണത്തിനായി കഠിനാധ്വാനം ചെയ്ത് ജീവിതം ചെലവഴിക്കുന്നത് അതിനെ വേഗത്തിൽ പുറത്തേക്ക് വിടാനാണെങ്കിൽ അത് ഉയർന്ന വിവേകത്തിൻ്റെ സൂചനയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദരിദ്രൻ, മധ്യവർഗക്കാരൻ, ധനികൻ എന്നിവരുടെ പണമൊഴുക്കിൻ്റെ ക്രമം അധ്യായം 10 പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, ധനികനായ ഒരാൾ അവളുടെ ശ്രമങ്ങളെ മുതൽക്കൂട്ടുകൾ സ്വരുക്കൂട്ടാനാണ് ശ്രദ്ധിക്കുക, കഠിനാധ്വാനം ചെയ്യാനല്ല. സാമ്പത്തിക വിവേകം ഇല്ലാത്തത് കാരണം ഒരുപാട് വിദ്യാസമ്പന്നരായ ആളുകൾ സ്വയം ഉയർന്ന സാമ്പത്തിക അപകടത്തിൽ എത്തിക്കും. എൻ്റെ ധനികനായ പിതാവ് അതിനെ സാമ്പത്തിക ചുവപ്പ് വര എന്നാണ് വിളിച്ചത്. എന്നുവെച്ചാൽ വരുമാനവും ചെലവും എല്ലാ മാസവും ഏതാണ്ട് ഒന്നു തന്നെയായിരിക്കും. ഇത്തരം ആളുകളാണ് തൊഴിൽ സുരക്ഷയിൽ വെറി പിടിച്ചതുപോലെ അള്ളിയിരിക്കുന്നത്. അവർക്ക് സമ്പദ് വ്യവസ്ഥ മാറുമ്പോൾ മാറാൻ സാധിക്കില്ല. മിക്കപ്പോഴും സമ്മർദ്ദവും ആവലാതിയും കാരണം ആരോഗ്യം നശിപ്പിക്കുകയും ചെയ്യും. ഇതേ ആളുകളാണ് എപ്പോഴും ബിസിനസ് നിക്ഷേപവും നഷ്ടസാധ്യതയുള്ളതാണ് എന്ന് പറയുന്നതും.
എൻ്റെ അഭിപ്രായത്തിൽ ബിസിനസ്സും നിക്ഷേപവും നഷ്ടസാധ്യതയുള്ളതല്ല, മറിച്ച് നിരക്ഷരനാകുന്നതാണ്. അതുപോലെ തെറ്റായ വിവരം ലഭിക്കുന്നതും അപകടമാണ്. സുരക്ഷിതമായ ജോലിയെ ആശ്രയിക്കുന്നത് ഒരാൾക്ക് ഏറ്റെടുക്കാവുന്ന ഏറ്റവും വലിയ അപകടമാണ്. ഒരു മുതൽക്കൂട്ട് വാങ്ങുന്നത് നഷ്ടമാവില്ല, മുതൽക്കൂട്ടാണെന്നും പറഞ്ഞ് ബാധ്യതകൾ വാങ്ങുന്നത് നഷ്ടമാകും. സ്വന്തം കാര്യം നോക്കുന്നത് ഒരു മുതൽക്കൂട്ട് വാങ്ങുന്നത് നഷ്ടമാവില്ല, മുതൽക്കൂട്ടാണെന്ന് പറഞ്ഞ് ബാധ്യതകൾ വാങ്ങുന്നത് നഷ്ടമാകും. സ്വന്തം കാര്യം നോക്കുന്നത് നഷ്ടമുള്ളതല്ല, മറ്റുള്ളവരുടെ കാര്യം നോക്കുന്നതും അവർക്ക് ആദ്യം പണം കൊടുക്കുന്നതും നഷ്ടമായിരിക്കും. അതുകൊണ്ട് പടി 3 നഷ്ടസാധ്യതയും നഷ്ടസാധ്യതയുള്ളതും തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതാണ്. പ്രവർത്തിക്കുക. 1. നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ നഷ്ടസാധ്യതയെ നിർവചിക്കുക. എ. ശമ്പളത്തിനെ ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടസാധ്യതയുള്ളതാണോ? ബി. എല്ലാ മാസവും തിരിച്ചടക്കാൻ കടമുള്ളത് നിങ്ങൾക്ക് നഷ്ടസാധ്യതയുള്ളതാണോ? സി. എല്ലാ മാസവും പണമൊഴുക്ക് സൃഷ്ടിക്കുന്ന ഒരു മുതൽക്കൂട്ട് സ്വന്തമായുള്ളത് നിങ്ങൾക്ക് നഷ്ടസാധ്യതയുള്ളതാണോ? ഡി. സാമ്പത്തിക വിദ്യാഭ്യാസം നേടാനായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടസാധ്യതയുള്ളതാണോ? വിവിധ തരം നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കാനായി സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടസാധ്യതയുള്ളതാണോ? 2. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒന്നോ അതിലധികമോ ചെയ്യാനായി ആഴ്ചയിൽ 5 മണിക്കൂറുകൾ നീക്കിവെക്കുക. എ. വാൾസ്ട്രീറ്റ് ജേണലിലെയും നിങ്ങളുടെ പത്രത്തിലെയും ബിസിനസ് ഭാഗം വായിക്കുക. ടെലിവിഷനിലോ റേഡിയോയിലോ സാമ്പത്തിക വാർത്തകൾ ശ്രദ്ധിക്കുക. സാമ്പത്തിക വെബ്സൈറ്റുകൾ, മാസികകൾ, ന്യൂസ് ലെറ്ററുകൾ വായിക്കുക. ക്യാഷ് ഫ്ലോ ഗെയിം കളിക്കുക. അടുത്തുള്ള ക്യാഷ് ഫ്ലോ ക്ലബ് സന്ദർശിക്കുക. ഈ നിക്ഷേപങ്ങൾ, സാമ്പത്തിക വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള സെമിനാറുകളിൽ പങ്കെടുക്കുക. എഫ്. സാമ്പത്തികമായി സ്വതന്ത്രനാകാനുള്ള പ്രക്രിയയിൽ നിങ്ങളെ സഹായിക്കാനായി ഒരു കോച്ചിനെ നിയമിക്കുന്നത് പരിഗണിക്കുക.